ഓം സ്വാമിയേ ശരണമയ്യപ്പ. വാളയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല വാളയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 332 നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 333 നാമം. ഓം വാരുണീമതവിഹ്വലായൈ നമ. വാരുണി എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ് അർത്ഥം. അപ്പോൾ മുന്തിരിച്ചാറും സോമരസവും ബ്രഹ്മാനന്ദവുമാകാം. ഇത് മൂന്നും അതിൻ്റെ ഗണത്തിൽ പെടുത്താം എന്നാണ്. അപ്പോൾ അതിൻ്റെ മതലഹരിയിൽ ഇളകി വശായവൾ എന്നാണ് നാമത്തിനർത്ഥം പറഞ്ഞത്. അപ്പോൾ ദേവി നിർലോഭം അനുഗ്രഹിക്കുന്ന സമയമാണത് എന്നാണ്. അപ്പോൾ ഈന്തപ്പഴ രസം എന്നും വാരുണീ ശബ്ദത്തിനൊരർത്ഥമുണ്ട്. കാരണം വരുണന് പ്രിയപ്പെട്ടതാണ് ഈ ഈന്തപ്പഴം എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ പ്രപഞ്ചകാര്യങ്ങൾ മറന്ന് ഉന്മതിക്കുന്നവൾ എന്നൊരർത്ഥം നമുക്കതിന് സങ്കല്പിക്കാം എന്നാണ്. അപ്പോൾ വാരുണീമത് അധികം അവിഹ്വല എന്ന് പറയുമ്പോൾ മാരുണീമത് അവിഹ്വല. വാരുണീമത് ശബ്ദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ് വാരുണീമാൻ എന്നുള്ളത്. അപ്പോൾ അനന്തൻ എന്നുള്ളൊരർത്ഥം കിട്ടും. അപ്പോൾ വരുണൻ സമുദ്രമാണല്ലോ. അപ്പോൾ സമുദ്രബന്ധമുള്ളവൻ വാരുണീമാൻ, അനന്തൻ. അതേപോലെ അവിഹ്വല എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയില്ലാത്തവൾ എന്നാണ്. അപ്പോൾ അനന്തൻ എങ്ങനെ പ്രപഞ്ചത്തെ അനായാസമായി താങ്ങി നിൽക്കുന്നുവോ അതുപോലെ അനായാസമായി ഉത്കണ്ഠയില്ലാത്ത ദേവി പ്രപഞ്ചത്തെ താങ്ങി പ്രപഞ്ചഭരണം നിർവഹിക്കുന്നു എന്നൊക്കെയുള്ള ഒരർത്ഥം നമുക്കതിലൂടെ സങ്കല്പിക്കാവുന്നതാണ്. അതുപോലെ ആദിശേഷൻ തൻ്റെ ഗംഭീരമായ ശബ്ദത്താൽ ദേവിയെ ആരാധിക്കുന്നു എന്ന് വിഷ്ണുപുരാണം പറയുന്നുണ്ട്. ദേവിയുടെ കൃപയാൽ തളർച്ച കൂടാതെ ആദിശേഷൻ, അതായത് അനന്തൻ, പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാരുണീ നാഡിയെ അധീനമാക്കി അവിഹ്വലയായി തീർന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അധോഭാഗത്തും ഉപരിഭാഗത്തും സർവത്ര നിറഞ്ഞിരിക്കുന്ന നാഡിയാണ് ഈ വാരുണീ നാഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഡിയുടെ ദേവത എന്ന് പറയുന്നത് വായുവാണ്. ഇനി 334 നാമം. ഓം വിശ്വാധികായൈ നമ. വിശ്വത്തെ കവിഞ്ഞു നിൽക്കുന്നവൾ എന്നാണ്. പൃഥ്വീതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങൾക്ക് അതീതയായവൾ. ഇവിടെ വിശ്വത്തിനപ്പുറം എന്നുള്ളത് വിസ്തൃതിയുടെ സങ്കല്പമായിട്ടല്ല എടുക്കേണ്ടത് എന്നുള്ളതാണ്. സൗരയൂഥങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആധാരശക്തി എന്ന് പറയുന്ന സങ്കല്പമാണ്. ആധാരത്തിൽ അടങ്ങിയതാണല്ലോ ആധേയം. അപ്പോൾ മാത്രമല്ല, വിശ്വമുണ്ടാകുന്നതിന് മുമ്പേയുള്ളവൾ എന്ന നിലയിലും ദേവി വിശ്വാധികയാണ് എന്നുള്ളതാണ്. ഇനി 335 നാമം. ഓം വേദവേദ്യായൈ നമ. വേദമാർഗേണ അറിയപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ 57 നാമം നമ്മൾ അനുസ്മരിച്ചു. ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നല്ലേ. അപ്പോൾ ചിന്താമണി ഗൃഹത്തിന് 4 വാതിലുണ്ട് എന്നാണ് പറയണേ. അത് വേദമാണെന്നാണ് അഭിജ്ഞമതമായിട്ടുള്ളത്. അപ്പോൾ ഈ വാതിലുകളിലൂടെ വേണം ദേവിയെ കാണേണ്ടത് എന്ന് ഒരർത്ഥം നമുക്കതിന് കിട്ടണമെന്നാണ്. അപ്പോൾ വേദം 4 അല്ലേ. മഹാഭാരതത്തെ പഞ്ചമവേദം എന്നും പറയാറുണ്ട്. അപ്പോൾ കിഴക്ക് ദിക്ക് ഋഗ്വേദത്തിൻ്റെയും തെക്ക് ദിക്ക് യജുർവേദത്തിൻ്റെയും വടക്ക് ദിക്ക് സാമവേദത്തിൻ്റെയും പടിഞ്ഞാറ് ദിക്ക് അഥർവവേദത്തിൻ്റെയും ആണെന്നാണ് ശ്രുതി പ്രമാണം പറയുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ശുദ്ധവിദ്യയും പരിവാരങ്ങളുമാണ്. യജുർവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് സൗന്ദര്യവിദ്യയും പരിവാരങ്ങളുമാണ്. സാമവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് തുരീയാമ്പയും പരിവാരങ്ങളുമാണ്. അഥർവവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത ലോപാമുദ്രയും പരിവാരങ്ങളുമാണ് എന്നാണ് ഋഷി സങ്കല്പങ്ങളൊക്കെ പറയുന്നത്. ഇനി 336 നാമം. ഓം വിന്ധ്യാചലനിവാസിന്യൈ നമ. അചലം എന്ന് പറയുമ്പോൾ പർവ്വതമാണ് അല്ലേ. അപ്പോൾ വിന്ധ്യാചലത്തിൽ വസിക്കുന്നവൾ എന്നാണ്. വൈവസ്വത മന്വന്തരത്തിൽ നന്ദ എന്നുള്ള പേരിൽ അവതരിച്ച് വിന്ധ്യാചലത്തിൽ വച്ച് സുംഭൻ നിസുംഭൻ എന്നീ അസുരന്മാരെ ദേവി വധിച്ചതായിട്ട് ദേവി മാഹാത്മ്യം പറയുന്നു.
അപ്പോൾ അസുരവധം കഴിഞ്ഞ് ഭക്തന്മാരുടെ അഭിഷ്ടപ്രകാരം വിന്ധ്യാചലത്തിൽ ദേവി വാസം ഉറപ്പിച്ചു എന്നാണ് കഥ. ഇനി 337 നാമം. ഓം വിധാത്രിയൈ നമ. പ്രപഞ്ചവിധാനം നിർവഹിക്കുന്നവൾ എന്നാണ്. അപ്പോൾ വിശേഷതരത്തിലുള്ള ധാത്രി എന്നും അതിനെ നമുക്കൊരർത്ഥമായിട്ട് കൊടുക്കാം. സാധാരണ അമ്മമാരിൽ നിന്നും വ്യത്യസ്തമായി വിശേഷതരമായ വാത്സല്യ കൃപാതിരേകം കൊണ്ട് ഭക്തന്മാരെ ആനന്ദ നിർവൃതിയിൽ മുഴിയിക്കുന്നവൾ എന്നുള്ള നിലയ്ക്ക് ആ ഒരർത്ഥം നമുക്ക് കൊടുക്കാം എന്നാണ്. ഇപ്പോൾ നമ്മളെ പ്രസവിച്ച അമ്മ നമ്മുടെ ഒരു ജന്മത്തിലെ കാര്യം നോക്കുമായിരിക്കാം അല്ലേ. അപ്പോൾ അതും ഇന്ന് അപൂർവമാണ്. എന്നാലും നമ്മുടെ എല്ലാ ജന്മത്തിലും ആനന്ദമനുഭവിക്കത്തക്ക രീതിയിൽ നമ്മളെ നയിക്കുക എന്നതാണ് ഈ അമ്മയുടെ ഉദ്ദേശം എന്നാണ്. അപ്പോൾ വിധാതാവിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ പത്നി വിധാത്രി അങ്ങനെ എടുക്കാം. ധാത്രി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അതിൽ വിശേഷ താല്പര്യമുള്ളവൾ എന്നും ഒരു വ്യാഖ്യാനം നമുക്കതിന് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി 338 നാമം. ഓം വേദജനന്യൈ നമ. വേദങ്ങളെ സൃഷ്ടിച്ചവൾ. വേദങ്ങൾ ബ്രഹ്മത്തിൻ്റെ ഉച്ഛ്വാസമാണെന്നാണ് ശ്രുതി പ്രമാണം തന്നെ അല്ലേ. അപ്പോൾ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതാം ഏതദ് ഋഗ്വേദോ യജുർവേദ എന്നാണ്. അപ്പോൾ ത്രികോണാകൃതിയിലുള്ള കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് വേദത്തിലെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉണ്ടായത്. അക്കാരണത്താൽ ദേവിയെ വേദമാതാവ് എന്ന് വിളിക്കണു എന്ന് പറയണു. യഥ ശൃംഗാടകാകാര കുണ്ടലിന്യാസമുദ്ഗത സ്വരാശ്ച വ്യഞ്ജനാനീതി വേദമാതാ തഥാ സ്മൃത എന്ന് സൗഭാഗ്യഭാസ്കരം ദേവീപുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി 339 നാമം. ഓം വിഷ്ണുമായായൈ നമ. വിഷ്ണുവിൻ്റെ മായാശക്തിയായവൾ. വിശ്വംവേഷ്ടി ഇതി വിഷ്ണു എന്നല്ലേ. അപ്പോൾ ലോകത്തെ പൊതിയുകൊണ്ട് വിഷ്ണു എന്നാണ് പറയണേ. അപ്പോൾ ദേവ്യേഹ്യോഷ ഗുണമയീ മമ മായാദുരത്യയാ മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തിരേ എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയണു 7-ാം അധ്യായത്തിൽ. അപ്പോൾ അത്യത്ഭുതമായിട്ടുള്ള ഗുണത്രയ രൂപമായിരിക്കുന്ന എൻ്റെ മായാശക്തിയെ അതിക്രമിക്കുവാൻ വളരെ പ്രയാസമാകുന്നു. എങ്കിലും യാതൊരുത്തനാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ അതിക്രമിക്കുന്നു എന്നാണ് ഭഗവാന്റെ ആ ഗീതാവാക്യത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞത്. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾക്കനുസരിച്ച് സർവ്വതിനെയും അഭിവ്യക്തമാക്കുന്നതും അവ്യക്തമാക്കുന്നതും യാതൊരു ശക്തിയാണോ അത് വിഷ്ണു മായ എന്നാണ് കാളികാപുരാണത്തിൽ പറയണത്. അപ്പോൾ മായ യാതൊന്നാണോ അതല്ലാത്തത് അത് ഇല്ലാത്തത് എന്ന് പറയുന്നതും ധരിക്കുന്നതും ഉചിതമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്നവളാണ് എന്ന ഒരർത്ഥം പറഞ്ഞു. വിഷ്ണു മായാവതത്തിന് മോഹിപ്പിക്കുന്നവളെന്നും വിഷ്ണു മായാവതത്തിന് അർത്ഥം കൽപ്പിക്കാം എന്നാണ് പറയണത്. ഈ വിഷ്ണുമായ എന്നുള്ള നാമത്തിന് അങ്ങനെയും ഒരർത്ഥം കൽപ്പിക്കാം. വിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥം ഈ നാമത്തിന് കൊടുക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 340 നാമം. ഓം വിലാസിന്യൈ നമ. വിലാസലോലയായവൾ. മായയുടെ വിക്ഷേപശക്തിക്കാണ് ഈ വിലാസം എന്ന് പറയുക അല്ലേ. അപ്പോൾ സത്യവസ്തുവിനെ മറച്ച് നാമരൂപാത്മകമായിട്ടുള്ള ദൃശ്യപ്രപഞ്ചത്തെ വിക്ഷേപിച്ച് മനസ്സിനെ വിഭ്രമിപ്പിക്കുന്നതാണ് ദേവിയുടെ വിലാസശക്തി എന്ന് പറയുന്നത്. അപ്പോൾ വിലാസോ വിക്ഷേപശക്തി അസ്യ, ഇവളുടെ അല്ലെങ്കിൽ ദേവിയുടെ വിക്ഷേപശക്തിയാണ് വിലാസം എന്നാണ്. വിലാസം ആസീനി ഇതി വിലാസിനി. വിലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മരന്ധ്രമാണ്. അപ്പോൾ രന്ധ്രം എന്ന് പറഞ്ഞാൽ വിടവ് എന്നാണ് അർത്ഥം, ദ്വാരം എന്നൊക്കെയാണ്. ആസീനി എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ സഹസ്രതലപത്മത്തിലെ ബ്രഹ്മരന്ധ്രത്തെ അധിവസിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ദേവി വിലാസിനി ആണ് എന്നാണ്.
അപ്പം ബ്രഹ്മരന്ധ്രങ്ങളിൽ ഒളിഞ്ഞിരുന്ന് സദാശിവനുമായി മേളിച്ചുല്ലസിച്ച് ഭാവഹാവാദികളോടെ കഴിയുന്നവൾ എന്നും ഒരർത്ഥം എടുക്കാം. അപ്പം മൂർധാവിൽ സുഷുമ്നാനാഡി അവസാനിക്കുന്ന ഭാഗമാണ് ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഭേദിച്ചാണ് യോഗികളുടെ ദേഹി പുറത്തേക്ക് പോകുന്നത്. ഇവിടെ കോടി രുദ്രന്മാരാൽ പരിസേവിതയായി ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയണത്. ഇനി 341 നാമം. ഓം ക്ഷേത്രസ്വരൂപായൈ നമഃ. ക്ഷേത്രം സ്വരൂപമായവൾ എന്നാണ്. പൃഥ്വീതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങൾ അടങ്ങിയതാണ് ശരീരം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ ശിവൻ ക്ഷേത്രജ്ഞനും ശിവ ക്ഷേത്രവുമാണെന്ന് ലിംഗപുരാണത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ശരീരമാകുന്ന ക്ഷേത്രസ്വരൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. 342 നാമം. ഓം ക്ഷേത്രേശ്യൈ നമഃ. ക്ഷേത്രേശൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ പത്നി എന്നാണ്. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ, അതായത് ശരീരത്തിൻ്റെ അധീശയായവൾ എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ആചാര്യസ്വാമികൾ പറയുന്നത് വളരെ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാവുന്ന ഒരു ശ്ലോകമുണ്ട്. ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തി സുഷുപ്തൈക സിദ്ധ തദേകോ വശിഷ്ടൈ ശിവം കേവലോഹം ആണ്. ഇനി 343 നാമം. ഓം ക്ഷേത്രജ്ഞപാലിന്യൈ നമഃ. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും രക്ഷകയായവൾ എന്നാണ്. അപ്പോൾ മുൻ നാമങ്ങളുടെ അർത്ഥങ്ങളോട് അന്വയിച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഇതം ശരീരം വസുദേ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് വിഷ്ണുസ്തുതിയിൽ പറയുന്നു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ് യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തത്വിതാന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. 24 തത്വാനി ക്ഷേത്രശബ്ദേന സൂരയ ആഹു ക്ഷേത്രജ്ഞശബ്ദേന ഭോക്താരം പുരുഷം ദധാന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു. അപ്പോൾ സംഖ്യാതത്വം അനുസരിച്ചിട്ട് 25 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ്. അപ്പോൾ ആ കാരണങ്ങളെ കൊണ്ട് തന്നെ സംഖ്യന്മാരെ 25, അതായത് 25 തത്വജ്ഞന്മാർ എന്ന് വ്യവഹരിക്കാറുണ്ട്. അപ്പോൾ ആ ദർശനം അനുസരിച്ച് 24 തത്വങ്ങളെ ക്ഷേത്രമെന്നും ഒരു തത്വമായ പുരുഷനെ ക്ഷേത്രജ്ഞനെന്നും പറയുന്നു എന്നാണ്. എന്നാൽ വായുപുരാണത്തിൽ പറയണത് അവ്യക്തം ക്ഷേത്രമുദ്ദിഷ്ടം ബ്രഹ്മ ക്ഷേത്രജ്ഞ ഉച്യതേ എന്നാണ്. അതേപോലെ ബ്രഹ്മപുരാണത്തിൽ പറയണത് ക്ഷേത്രാഖ്യാനി ശരീരാണി തേഷാം ജൈവ യഥാസുഖം താനി വേത്തി സ യോഗാത്മാ തഥ ക്ഷേത്രജ്ഞ ഉച്യതേ. ഞാനെന്നും എൻ്റേതെന്നും അറിയുന്നതൊക്കെ സാധാരണ ശരീരത്തെ മുൻനിർത്തിയിട്ടാണല്ലോ. അപ്പോൾ സത്യം ശരീരമല്ല ശരീരിയാണ് എന്നറിയുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ആ അദ്വൈത ഭാവം ജീവന് അനുഭൂതമാകാതെ കൊണ്ട് തന്നെ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിരക്ഷിക്കുന്നവളാണ് ദേവി എന്നാണ് നാമത്തിനർത്ഥം. ഇത് മനുസ്മൃതിയിൽ പറയുന്നു. ശരീരം ധരിച്ച ആത്മാക്കളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നവൻ ക്ഷേത്രജ്ഞൻ, കർമ്മം ചെയ്യുന്നവൻ ഭൂതാത്മാ, ശരീരവുമായി ബന്ധപ്പെട്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് ജീവൻ എന്നൊക്കെയാണ് മനുവിൽ പറയണത്. ഇനി 344 നാമം. ഓം ക്ഷയവൃദ്ധി വിനിർമുക്തായൈ നമഃ. അപജയമോ ഉപജയമോ ഇല്ലാത്തവളാണ് ദേവി എന്നാണ്. അപ്പോൾ ക്ഷയമോ വളർച്ചയോ ബാധിക്കാത്തവൾ. പ്രപഞ്ചത്തിലെ പ്രായേണ ഏത് വസ്തുവും ഷഡ്ഭാവ വികാരങ്ങൾക്ക് വിധേയമായിട്ടാണ് ഉണ്ടാവുക എന്നാണ് പറയണത്. അതായത് ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾ വരിക, ക്ഷീണിക്കുക, നശിക്കുക. അതിൻ്റെ സംസ്കൃത പദങ്ങളാണ് ജായതേ, അസ്ഥി, വർദ്ധതേ, അതേപോലെ വിവരിണമതേ, അതേപോലെ അപക്ഷീയതേ, വിനശ്യതി.
ഇങ്ങനെ 6 ഭാവപരിണാമങ്ങൾ ഏശാത്തവളാണ് ദേവി എന്നാണ്. അപ്പോൾ ഈ തത്വത്തെ ഭഗവത്ഗീതയിലും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവകാം ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയന്തി മാരുത അച്ഛേദ്യോയ മദാഹ്യോയം അക്ലേദ്യോ ശേഷ്യ ഏവജ നിത്യ സർവഗതസ്ഥാണു അജലോയം സനാതന. ഭഗവത്ഗീതയിൽ 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണത്. അപ്പോൾ പരമാത്മസ്വരൂപിണിയായിട്ടുള്ള ദേവി നിത്യയായതുകൊണ്ട് തന്നെ ക്ഷയവൃദ്ധികൾ ദേവിയെ സ്പർശിക്കുന്നില്ല. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നുണ്ട്, ഇതാണ് ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം എന്ന്. അപ്പോൾ അവൻ കർമ്മം കൊണ്ട് വളരുകയോ തളരുകയോ ചെയ്യുന്നില്ല എന്നാണ്. സത്കർമ്മങ്ങളെ കൊണ്ട് അവന് നേട്ടമോ ദുഷ്കർമ്മങ്ങളെ കൊണ്ട് കോട്ടമോ അവന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി 345-ാമത്തെ നാമം. ഓം ക്ഷേത്രപാല സമർച്ചിതായൈ നമ. ക്ഷേത്രപാലനാൽ വഴി പോലെ അർച്ചിക്കപ്പെടുന്നവൾ. ഇപ്പോൾ ദാരികാസുരനെ വധിച്ച ദേവിയുടെ ക്രോധം ശമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാരാകെ പരിഭ്രമിച്ച് വശായി എന്നാണ്. എങ്ങനെയാണ് ദേവിയെ ഒന്ന് ശാന്തമാക്കുക എന്നായി അവരുടെ ഒക്കെ ചിന്ത. അവസാനം ശിവൻ ഒരു കൈക്കുഞ്ഞിൻ്റെ രൂപം പൂണ്ട് ദേവിയുടെ മുന്നിൽ കിടന്ന് ഉറക്കെ കരഞ്ഞു എന്നാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദേവിയുടെ കോപം കുറച്ച് തണുത്തു എന്നാണ്. പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുലയൂട്ടാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ കുഞ്ഞ് മുലപ്പാലിലൂടെ ദേവിയുടെ ക്രോധത്തെ മുഴുവനും വലിച്ചു കുടിച്ചു എന്നാണ്. അപ്പോൾ അതോടെ ദേവി ശാന്തയായി. ആ കുഞ്ഞായി തീർന്ന ശിവൻ്റെ പേരാണ് ക്ഷേത്രപാലൻ എന്നാണ് കഥ. അപ്പോൾ ആ ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് നാമത്തിനർത്ഥം. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യാഗാദി കർമ്മങ്ങളുടെ വിനിമയസ്ഥാനം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അതിൻ്റെ പാലകനാൽ യഥാർഹം ആരാധിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം വരാം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്. ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ സംസാരിയായ ജീവനാണ് അല്ലേ. അപ്പോൾ ആ ജീവനാണ് ഇവിടെ ഉപാസകൻ. ആ ഉപാസകനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദേവാലയം എന്നർത്ഥമുണ്ട്. അപ്പോൾ ദേവാലയത്തിൻ്റെ പാലകൻ എന്ന് പറഞ്ഞാൽ തന്ത്രി എന്നാണ് അർത്ഥം. അപ്പോൾ തന്ത്രിമാരാൽ സമാരാധിക്കപ്പെടുന്നവൾ എന്ന് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് അതിന് കൽപ്പിക്കാം എന്നുള്ളതാണ്. ഈ 346-ാമത്തെ നാമം. ഓം വിജയായൈ നമ. എല്ലായ്പ്പോഴും ജയശീലത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ വിശേഷജ്ഞാനത്തോടു കൂടിയവളും വിജയ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പത്മാസുരവധത്തിന് ശേഷം ദേവിക്ക് ലഭിച്ച ഒരു പേരാണ് ഈ വിജയ എന്ന് പറയുന്നു. അതേപോലെ വിശ്വകർമാവിൻ്റെ ശില്പശാസ്ത്രപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ പേരാണ് വിജയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 68 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള കാശ്മീരത്തിലെ ദേവിയാണ് വിജയ എന്ന് പറയുന്നു. ഒരു ശുഭമുഹൂർത്തവും വിജയ എന്നുള്ള പേരിലുണ്ട് എന്നാണ്. അശ്വിനി മാസത്തിൽ, അതായത് കന്നി തുലാ മാസങ്ങളിൽ ശുക്ലപക്ഷ നാളിൽ ശുക്ലപക്ഷ ദശമി നാളിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വരുന്ന സമയമാണ് വിജയാമുഹൂർത്തം എന്നാണ്. അതായത് വിജയദശമി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഏത് കർമ്മത്തിനും ഈ മുഹൂർത്തം ശുഭമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ രാത്രി 7-നും 9-നും ഇടയ്ക്കുള്ള സമയമാണ് ഇത് എന്നും അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിജയദശമി ശുഭമുഹൂർത്തത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ദേവി വിജയാണ് എന്നാണ്. ഇനി 347-ാമത്തെ നാമം. ഓം വിമലായൈ നമ. അവിദ്യാലേശമില്ലാത്തവൾ, അതായത് കളങ്കമില്ലാത്തവൾ. വിമല എന്നുള്ളത് ഒരു ദിവ്യഗ്രഹമാണ് എന്ന് പറയുന്നു. 10 ദിവ്യഗ്രഹങ്ങളാണ് വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. അത് ഇതൊക്കെയാണ്: ധ്രുവധ്യാനമല്ല, ധ്രുവധന്യം, ജയം, കാന്തം, വിപുല, വിജയ, അതേപോലെ സുമുഖ, വിമലം, നന്ദം, നിധനം, മനോരമ. അങ്ങനെയാണ് ആ 10 ദിവ്യഗ്രഹങ്ങൾ. അതിൽ പത്മപുരാണം അനുസരിച്ച് പുരുഷോത്തമം എന്ന് പറയുന്ന തീർത്ഥസ്ഥാനത്തെ ദേവതയാണ് വിമല എന്ന് പറയുന്നു. ഇനി 348-ാമത്തെ നാമം. ഓം വന്ദ്യായൈ നമ. വന്ദനീയയായിട്ടുള്ളവൾ എന്നാണ്. സർവനാലും വന്ദനീയ എന്നാണ് നാമത്തിനർത്ഥം. അതായത് അധസ്ത്വാമാരാധ്യം
ഹരിഹര വിരിഞ്ചാതി വിരവി എന്ന സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമികൾ ദേവിയുടെ ആ സർവ്വസമാരാധ്യതയെപ്പറ്റി പ്രകീർത്തിച്ചിട്ടില്ലേ? അതേപോലെ 349 നാമം ഓം വന്ദാരു ജനവത്സലായ നമ. തന്നെ വന്ദിക്കുന്ന ജനങ്ങളോട് അതീവ വാത്സല്യമുള്ളവൾ. വന്ദാരു ജനം എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്ന ജനം എന്നേ അർത്ഥമുള്ളൂ. ഇനി 350 നാമം ഓം വാഗ്വാദിന്യൈ നമ. വാക്ക് വാദിക്കുന്നവൾ എന്നാണ്. അതായത് സന്ദർഭാനുഗുണമായിട്ട് ഉചിതമായ വാക്കുകൾ പറയാനുള്ള ശക്തി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്നവൾ. ഘോരസംവിന കോരസ പണ്ഡിതാനാം എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? ഉചിതമായ വാഗ്വിലാസമില്ലാത്ത പണ്ഡിതനിൽ എന്ത് രസമാണുള്ളത് എന്നാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. അതായത് പാണ്ഡിത്യത്തോടൊപ്പം വാഗ്വിലാസവും അനുഗ്രഹായത്തമാണ് ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് ലഭിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ദേവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ ആ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർന്ന വാക്കുകൾ ഉചിത രൂപത്തിൽ നാവിൽ ഉദിപ്പിക്കുന്നത് ദേവിയാണ് എന്ന് നാമത്തിനർത്ഥം പറയണു. അപ്പോൾ വാഗ്വാദിനി എന്ന ഒരു ദേവതയുണ്ട് അല്ലേ? അതും ദേവി തന്നെയാണെന്നും അർത്ഥം വരുന്നു. അപ്പോൾ ശബ്ദാനാം ജനനീത്വമേവ ഭുവനെ വാഗ്വാദിനീത്യുച്ചത എന്ന് ലഘുസ്തവത്തിൽ പ്രശംസിക്കണമുണ്ട്. ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സർഗം നമുക്കിവിടെ നിർത്താം. അടുത്ത 351 നാമം മുതൽ നമുക്ക് പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. കാളിയപ്പുറത്തമ്മ ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം